അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഡെമോ പൈപ്പ് ലൈനിൽ ഈ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആകുമ്പോൾ എന്നുള്ളതാണ്. ഓക്കെ, സോ ഗോ ടു ഓട്ടോമേഷനിൽ പോയിട്ട് പുതിയൊരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യുക. കണ്ടിന്യൂ. ഡെമോ സ്റ്റേജ് ചേഞ്ച് സെൻഡ് ഇൻവോയ്സ് ഇങ്ങനെ നമ്മൾ പേര് കൊടുത്തു. ഇവിടെ അടുത്ത് നമ്മൾ ഓപ്പർച്യൂണിറ്റി സെലക്ട് ചെയ്യുക. ഓപ്പർച്യൂണിറ്റി ചേഞ്ച്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കുക. ഇൻ പൈപ്പ് ലൈൻ, ഏത് പൈപ്പ് ലൈൻ? ഡെമോ പൈപ്പ് ലൈൻ. പൈപ്പ് ലൈൻ സ്റ്റേജ്. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഓപ്പർച്യൂണിറ്റി, അതായത് പൈപ്പ് ലൈനിൽ ചേഞ്ച് ആകുമ്പോൾ, എന്തിലേക്ക് ചേഞ്ച് ആകുമ്പോൾ? പ്രൊപ്പോസൽ ഗിവൺ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് ചേഞ്ച് ആകുമ്പോൾ. നമ്മൾ നേരത്തെ കണ്ടു ആ സെയിൽസ് പൈപ്പ് ലൈനിൽ എങ്ങനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി ഡ്രാഗ് ചെയ്ത് അടുത്ത സ്റ്റേജിലേക്ക് ഇടുന്നത് എന്നുള്ളത്. ജസ്റ്റ് അങ്ങനെ നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് സേവ് ട്രിഗർ. ഓക്കെ, ദെൻ സെൻഡ് ഇൻവോയ്സ്. യൂസർ, ഏത് യൂസറുടെ അക്കൗണ്ടിൽ നിന്നാണ് പോകേണ്ടത് എന്നുള്ളതാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ രാജേഷ് കുമാറാണ് നമ്മുടെ സെയിൽസ് പേഴ്സൺ. ഇൻവോയ്സ് ടെംപ്ലേറ്റ് എടുത്തു, ലൈവ്. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് രാജേഷ് കുമാർ എന്ന് പറയുന്ന യൂസറിൻ്റെ, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ വിൽ സേ അലീന. ഓക്കെ, നൗ അലീന ഈസ് മൈ അക്കൗണ്ടൻറ്റ്. ഓക്കെ, പ്രൊപ്പോസൽ പോകേണ്ടത് ഒരു അക്കൗണ്ടൻറ്റിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് പോകേണ്ടത്, കാരണം അത് മാനേജ് ചെയ്യേണ്ടത് അക്കൗണ്ടൻ്റാണ്. സോ ഇൻവോയ്സ് അയക്കുന്ന യൂസറിനെ നമ്മൾ സെലക്ട് ചെയ്ത് ഡെമോ ഇൻവോയ്സ് ടെംപ്ലേറ്റ്, നമ്മളൊരു ഇൻവോയ്സ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ലൈവ്, സേവ് ആക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എപ്പോഴൊക്കെ ഒരു കസ്റ്റമർ അപ്ഡേറ്റ് ആകുന്നു അപ്പോൾ ഇവിടെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവോയ്സ് പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ഓപ്പർച്യൂണിറ്റി ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇവിടെ എക്സിക്യൂഷൻ ലോഗ് ഒന്ന് ചെക്ക് ചെയ്യാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ പ്രസൻറ്റേഷൻ ഗിവൺ എന്നതിൽ നിന്ന് ഞാൻ പ്രൊപ്പോസൽ ഗിവൺ എന്ന് പറയുന്നതിലേക്ക് മൂവ് ചെയ്തു. നമുക്കിവിടെ എൻറോൾമെൻറ്റ് ഹിസ്റ്ററി ഒന്ന് ചെക്ക് ചെയ്യാം. ഉമേഷ് കുമാർ, കണ്ടോ, ഓട്ടോമാറ്റിക്കലി ഉമേഷ് കുമാർ ഇവിടെ വന്നു. സെൻഡ് ഇൻവോയ്സ്. എക്സിക്യൂഷൻ ലോഗ് നമുക്ക് നോക്കാം. വർക്ക് ഫ്ലോയിൽ വന്നു. സെൻഡ് ഇൻവോയ്സ് എക്സിക്യൂട്ടഡ്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ആ യൂസർക്കല്ല, ആ ലീഡിന് ഇൻവോയ്സ് ഇവിടെ അയച്ചു കഴിഞ്ഞു. സോ ഇങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു ഫിക്സഡ് പ്രൈസിംഗ് ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് കസ്റ്റമേഴ്സിനെ അയക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യാതൊരു ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ്സ് വെരി ഈസി. നമുക്കിനി കണ്ടോ, പുള്ളിക്ക് പോയ മെസ്സേജാണ്. ഹൈ ഉമേഷ്, സുബിലാൽ കെ സെൻഡ് യു എൻ ഇൻവോയ്സ് സോ ആൻഡ് സോ, ദാറ്റ്സ് ഡ്യൂ വൺ. ഇത് നമുക്ക് SMS ആയിട്ട് വ്യൂ ഇൻവോയ്സ്, നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇൻവോയ്സ് കാണാം. ഇതിൽ കൂടെ പേയ്മെൻറ്റ് ലിങ്കും കൂടെ പോയിട്ടുണ്ട്. പേയ്മെൻറ്റ് ലിങ്കും കൂടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ ഇൻവോയ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അയാൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ, ഉമേഷ് കുമാറിന് പോയിട്ടുള്ള ഇൻവോയ്സ് ഇവിടെ നമുക്ക് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ഡൗൺലോഡും ചെയ്യാം. സോ ഹൗ ഈസി ഇറ്റ് ഈസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻവോയ്സ് ഒക്കെ അയക്കണമെങ്കിൽ വെറുതെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യം. ഇറ്റ്സ് വെരി ഈസി. ഇനി ഇത് മാത്രമല്ല, ആ കസ്റ്റമർക്ക്, ആരാണ് കസ്റ്റമർ? ഉമേഷ് കുമാറാണ് നമ്മുടെ കസ്റ്റമർ. ഉമേഷ് കുമാറിന് ഇവിടെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റും ചെയ്യാം. അപ്പോൾ ആ പേയ്മെൻറ്റ് നിങ്ങളുടെ സ്ട്രൈപ്പ് വഴി റിസീവ് ആവുകയും ചെയ്യും. അത് ഈ ഇൻവോയ്സിൽ അപ്ഡേറ്റ് ആവുകയും ചെയ്യും ഇങ്ങനെ പേയ്മെൻറ്റ് വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഒരു ഇൻവോയ്സിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എത്ര ഫാസ്റ്റായി മാറി ഓട്ടോമേഷനിലൂടെ. ഓക്കെ, സോ ദാറ്റ്സ് ദ പവർ ഓഫ് ഓട്ടോമേഷൻ. ആൻഡ് ഇവിടെ നമ്മളിപ്പോൾ കണ്ടത് സെൻഡിങ് ഇൻവോയ്സ് എന്ന് പറയുന്ന പ്രോസസ്സ് ഓട്ടോമേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ,